മലയാറ്റൂരിൻ്റെ മെഴുകുതിരി കത്തിക്കാനായിട്ട് ഇവിടെ കയറി വീഴുന്ന വഴികളിൽ ഭക്തരെത്തിയിരിക്കുന്നു. മരണത്തിന് വിധിക്കപ്പെടുന്നു. ദേവി ആണ് ഞങ്ങൾക്ക് മുൻപേ പോകുന്നത്. അദ്ദേഹം പറഞ്ഞു 7:30 കുർബാന. അവരെ നിർത്തലാക്കി, കാരണം ആളുകൾ കുറവായതുകൊണ്ട്. അവസാനിച്ചതിനാൽ ഇപ്പോൾ 7:30 ഞായറാഴ്ചകളിൽ. രണ്ടാം സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. കുരിശ് ചുമത്തപ്പെടുന്ന അതാണ് രണ്ടാം പ്രാവശ്യം കുരിശുമായി നിലത്ത് വീഴുന്നു. വലിയ തിരി എല്ലാവരും ഈ ഞുള്ളിത്തിരി കത്തിക്കണം. നാലാം സ്ഥലം ഈശോ മിശിഹ സ്വന്തം മാതാവിനെ കാണുന്നു. നടന്നു നീങ്ങുന്ന ഈശോ അതിനെ അനുസ്മരിക്കുന്നതാണ് നാലാം സ്ഥലം. ആ ഫീലിങ് അറ്റ് ദി എൻഡ് സോ ഗുഡ്. കല്ലുകളും കയറ്റങ്ങളും ഉള്ളതാണ്. അദ്ദേഹം കടന്നുപോയ അത്രയും വേദനകളും ഒരു വേണ്ടി സഹിച്ചല്ലോ എന്നുള്ളത്. അഞ്ചാം സ്ഥലത്തേക്ക് അതൊക്കെ ഞങ്ങൾ ഈശോ മിശിഹ ശിമയോനാൽ പിടിച്ച് യേശുവിനെ സഹായിക്കാനായിട്ട് അതിനെ അനുസ്മരിപ്പിക്കുന്ന അഞ്ചാം സ്ഥലം. ജനങ്ങളെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹം ഞങ്ങൾ ഓരോരുത്തരും ഉണ്ടാകട്ടെ എന്ന് ഈ വഴിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോ മിശിഹ 3-ാം പ്രാവശ്യം നിലത്ത് വരുന്നു. വഴി ആചരിക്കുന്ന ഈ നിമിഷങ്ങളും ഞങ്ങൾ ഓർക്കുന്നു, അനുസ്മരിക്കുന്നു. അദ്ദേഹം അനുഭവിച്ചതിൻ്റെ ഒന്നുമല്ല എന്നുള്ള വേദനകൾ നിറഞ്ഞതും സന്തോഷങ്ങൾ നിറഞ്ഞതുമാണെന്ന് ഞങ്ങളെ പ്രാപ്തരാക്കുന്നത്. ആമേൻ. തിരുവസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെടുന്നു. ഇത്രയും വലിയവനായ ഈശോമിശിഹായുടെ തിരുവസ്ത്രം എത്ര കഠോരമായിരിക്കും എന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ അതേപോലെ തരണം ചെയ്യുവാനായിട്ട്, അതേപോലെ ആണികളാൽ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. കഠിനമായ വേദന ഈ ലോകരക്ഷയ്ക്ക് മൊത്തമുള്ളതാണ്. നല്ലൊരു ഞങ്ങളെയും പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 12-ാം സ്ഥലം കുരിശിൽ തറയ്ക്കപ്പെട്ട മാതാവ് കൂട്ടിനും എത്തുന്നു. താഴെ എടുക്കുന്നല്ലേ? ഓക്കെ. ഈശോമിശിഹായെ കുരിശിൽ നിന്ന് താഴെ പറ്റി കയറി വരുന്ന ആളുകൾ ഇതെല്ലാം കൂടി കയ്യിലേക്ക് ഓർക്കുക. ഇതെല്ലാം ഗ്രൂപ്പാണ്. തോമാശ്ലീഹായുടെ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ ഈ തീർത്ഥാടനം പൂർണ്ണമാണ്. വളരെ ഈസിയാണ്. കയറി വരുമ്പോൾ അല്ല ഞാൻ ശ്രമിക്കുന്ന എല്ലാവരോടും അമ്പ വാങ്ങിക്കാറുണ്ട് മോളിൽ